ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കറണ്ട് അഫേഴ്സ്. കറണ്ട് അഫേഴ്സ് ഡെയിലി പഠിച്ചു പോകാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ് ഇവിടെ നിന്നും വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ വീക്കിലും കറണ്ട് അഫേഴ്സ് പഠിച്ചു പോകണം. എന്നാലേ നമുക്ക് എക്സാം ആകുമ്പോഴത്തേക്കിനും കറണ്ട് അഫേഴ്സ് കംപ്ലീറ്റ് ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ബഹിരാകാശത്ത് മാലിന്യം ശേഖരിക്കാൻ വികസിപ്പിച്ച യന്ത്രക്കൈ പരീക്ഷിച്ച സംസ്ഥാനം. ബഹിരാകാശത്ത് മാലിന്യം ശേഖരിക്കാൻ യന്ത്രക്കൈ പരീക്ഷിച്ച സ്ഥാപനം. ഉത്തരം VSSC. ഉത്തരം VSSC. അടുത്തത് 2025 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജേതാക്കൾ ആരാണ്? ഉത്തരം തൃശ്ശൂർ. 2025 സംസ്ഥാന സ്കൂൾ കലോത്സവ മത്സരത്തിൻ്റെ ജേതാക്കൾ ആരാണ്? തൃശ്ശൂരാണ്. അടുത്തത് തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റത് ആരാണ്? ഡോക്ടർ ബി അശോക്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത് എവിടെ? സിക്കിം. ഇന്ത്യയിലെ ആദ്യ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത് എവിടെയാണ്? സിക്കിം. 2025 ജനുവരിയിൽ CSIR ഏതു മരുന്നാണ് തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുവാൻ തീരുമാനിച്ചത്? 2025 ജനുവരിയിൽ CSIR ഏതു മരുന്നാണ് തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചത്? ഉത്തരം പാരാസിറ്റമോൾ. അടുത്ത ചോദ്യം: 2024-2025 ഇന്ത്യയുടെ GDP വളർച്ച എത്രയാണ്? 6.4%. 2024-2025 വർഷങ്ങളിൽ ഇന്ത്യയിലെ GDP വളർച്ച എത്രയാണ്? 6.4%. കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണങ്ങൾക്കും ലക്ഷ്യമിട്ട് CBI ആവിഷ്കരിച്ച പോർട്ടൽ ഭാരത് പോൾ. ഒരിക്കൽ കൂടി പറയാം: കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണങ്ങൾക്കും ലക്ഷ്യമിട്ട് CBI ആവിഷ്കരിച്ച പോർട്ടൽ ഏതാണ്? ഭാരത് പോൾ. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൻ്റെ വേദി റാഞ്ചിയിലാണ്. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൻ്റെ വേദി എവിടെയാണ്? റാഞ്ചി. അടുത്തത് പ്രവാസി ഭാരതീയ ദിവസായി ആഘോഷിക്കുന്നത് എന്ന്? ജനുവരി 9. ഒരുപാട് പരീക്ഷകളിൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. പ്രവാസി ഭാരതീയ ദിവസായി ആഘോഷിക്കുന്നത് എന്നാണ്? ജനുവരി 9. 2025 ജനുവരിയിൽ അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനും ചലച്ചിത്ര നിർമ്മാതാവും കവിയുമായ വ്യക്തി? പ്രതീഷ് നന്ദി. 74ാമത് സീനിയർ ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം? 74ാമത് സീനിയർ ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം? ഉത്തരം ഗുജറാത്ത്. അടുത്ത ചോദ്യം: ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ 9-അംഗ അത്ലറ്റിക്സ് കമ്മീഷൻ അധ്യക്ഷനായ മലയാളി കായിക താരം? ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ 9-അംഗ അത്ലറ്റിക് കമ്മീഷൻ അധ്യക്ഷയായ മലയാളി കായിക താരം? ഉത്തരം അഞ്ജു ബോബി ജോർജ്. 2025 ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായതാരാണ്? ഉത്തരം കേരളം. 2025 ആഗോള ജാവലിൻ മത്സരത്തിന് വേദിയാകുന്നത്? 2025 ആഗോള
ജാവലിൻ മത്സരത്തിന് വേദിയാകുന്നത് ഇന്ത്യ. 2025 കരസേന ദിന പരേഡ് വേദി എവിടെയാണ്? പൂനെ. 2025 കരസേനാ ദിന പരേഡിൻ്റെ വേദി എവിടെയാണ്? പൂനെ. ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോയുടെ ശൃംഖലയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം, ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ ശൃംഖലയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 3. ഉത്തരം 3. ലോക ഹിന്ദി ദിവസായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 10. ലോക ഹിന്ദി ദിവസായി ആചരിക്കുന്നത് ജനുവരി 10. അടുത്തത്, ഇന്ത്യയിൽ ആദ്യത്തെ വാണിജ്യ യൂട്ടിലിറ്റി സ്കെയിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കിലോക്രി, സൗത്ത് ഡൽഹിയിലെ കിലോക്രിയിലാണ്. 2025 പ്രിയദർശിനി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? എം ലീലാവതി. 2025 പ്രിയദർശിനി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായതാരാണ്? എം ലീലാവതി. അടുത്ത ചോദ്യം, ബഷീർ അവാർഡിന് അർഹനായ PN ഗോപികൃഷ്ണൻ്റെ കൃതി. കവിത മാംസഭോജിയാണ്. ബഷീർ അവാർഡിന് അർഹനായ PN ഗോപികൃഷ്ണൻ്റെ കൃതി കവിത മാംസഭോജിയാണ്. WCM പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി താരം ദിവി വിജേഷ്. WCM പദവിയിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി താരം ദിവി വിജേഷ്. ലെബനാന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനാകുന്നത് ആരാണ്? ജോസഫ് ഔൺ. ലെബനാന്റെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിതനാകുന്നത് ആരാണ്? ജോസഫ് ഔൺ. അടുത്ത ചോദ്യം, ഇന്ത്യ ഗവൺമെൻറ് അവതരിപ്പിച്ച ലേല പോർട്ടൽ. ഇന്ത്യ ഗവൺമെൻറ് അവതരിപ്പിച്ച ലേല പോർട്ടൽ ഏതാണ്? ബാങ്ക് നെറ്റ്. ഉത്തരം ബാങ്ക് നെറ്റ്. 2025 ജനുവരിയിൽ കാട്ടുതീ മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സ്ഥലം? കാലിഫോർണിയ. 2025 ജനുവരിയിൽ കാട്ടുതീ മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സ്ഥലം? കാലിഫോർണിയ. അടുത്ത ചോദ്യം, 2025 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം? 85. 2025 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 85. ഇന്ത്യയിലെ ആദ്യ ഹരിത ഹൈഡ്രജൻ ഹബിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ ഹരിത ഹൈഡ്രജൻ ഹബിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് എവിടെയാണ്? വിശാഖപട്ടണം. ദേശീയ തലത്തിൽ ജനിതക ഡേറ്റാബേസ് തയ്യാറാക്കുന്ന പദ്ധതി? ജീനോം ഇന്ത്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ തലത്തിൽ ജനിതക ഡേറ്റാബേസിന് തയ്യാറാക്കുന്ന പദ്ധതി ഏതാണ്? ജീനോം ഇന്ത്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ദേശീയ തലത്തിൽ ജനിതക ഡേറ്റാബേസ് തയ്യാറാക്കുന്ന പദ്ധതിയാണ് ജീനോം ഇന്ത്യ. അടുത്ത ചോദ്യം, ഇന്ത്യയിലും വിദേശത്തുമുള്ള ഗവേഷകർക്ക് ജീനോം ഡേറ്റ ലഭ്യമാക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച പോർട്ടൽ? ഇന്ത്യൻ ബയോളജിക്കൽ ഡാറ്റാ സെൻറ്റർ. അതിൻ്റെ പോർട്ടലാണിത്. ഇന്ത്യയിലും വിദേശത്തുമുള്ള ഗവേഷകർക്ക് ജീനോം ഡേറ്റ ലഭ്യമാക്കുന്നതിനായിട്ട് സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് ഇന്ത്യൻ ബയോളജിക്കൽ ഡാറ്റാ സെൻറ്റർ പോർട്ടൽ. 2025 ജനുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച സിംഗപ്പൂർ പ്രസിഡന്റ് ആരാണ്? തർമാൻ ഷൺമുഖരത്നം. തർമാൻ ഷൺമുഖരത്നം. അടുത്ത ചോദ്യം, വയനാട്ടിലെ മാനന്തവാടി, തിരുനെല്ലി എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ അപൂർവ ഇനം തുമ്പികൾ? വയനാട്ടിലെ മാനന്തവാടി, തിരുനെല്ലി എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ അപൂർവ ഇനം തുമ്പികൾ? ഗ്ലീനോനോ ക്രിസിസാലിയാനിക്ക, ഇൻഡോഫെയിൻസ് ബാർബാറ. അടുത്തത്, 2025 ജനുവരിയിൽ കിഴക്കൻ ഇന്തോനേഷ്യയിൽ സ്ഫോടനമുണ്ടായ സജീവ അഗ്നിപർവ്വതം? ഇബു. 2025 ജനുവരിയിൽ കിഴക്കൻ ഇന്തോനേഷ്യയിൽ
2025 ജനുവരിയിൽ കിഴക്കൻ ഇന്തോനേഷ്യയിൽ സ്ഫോടനമുണ്ടായ സജീവ അഗ്നിപർവ്വതം ഏതാണ്? ഇബു. അടുത്തത് 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയതാരാണ്? ജഗതി ശ്രീകുമാർ. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയതാരാണ്? ജഗതി ശ്രീകുമാർ. ഇന്ത്യയിൽ ഗ്രീൻ ഗെയിംസ് ദേശീയ ഗെയിംസ് സംഘടിപ്പിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ്. അടുത്ത ചോദ്യം, വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന? ലോകബാങ്ക്. വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന ലോകബാങ്ക്. നാഷണൽ അഗ്രികൾച്ചറൽ കോഡ് രൂപീകരിച്ച സംഘടന ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. 2025 ജനുവരിയിൽ അന്തരിച്ച മലയാളി മുൻ അഡീഷണൽ സോളിറ്റർ ജനറൽ ആരാണ്? എം ചന്ദ്രശേഖരൻ. എം ചന്ദ്രശേഖരൻ. അടുത്ത ചോദ്യം, പ്രഥമ ഖോ-ഖോ ലോകകപ്പ് ഇന്ത്യൻ ടീം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഭാരത് കീം ടീം. ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് 2025 പുറത്തിറക്കിയ സംസ്ഥാനം വേൾഡ് ഇക്കണോമിക് ഫോറം. വേൾഡ് ഇക്കണോമിക് ഫോറം. ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് 2025 പുറത്തിറക്കിയ സ്ഥാപനം വേൾഡ് ഇക്കണോമിക് ഫോറം. 2025 കണക്ക് അനുസരിച്ച് ലോകത്തെ പാസ്പോർട്ടുകളിൽ 1-ാം സ്ഥാനം നേടിയത് സിംഗപ്പൂർ. അടുത്ത ചോദ്യം, ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ 2025 ആഘോഷിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ 2025 ആഘോഷിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനപ്പെട്ടതും സെലക്റ്റീവ് ആയിട്ടുള്ളതുമായ ചോദ്യങ്ങളാണ്. ഇതിൽ നിന്നുള്ള ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. PSCയുടെ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ബാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട് വേണമെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കാം. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്